ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ടയുടെ യൂണിക്കോണാണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് മിസ്സിംഗ് ആണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. ഓവർ റേസിംഗ് ആയിട്ടൊക്കെ ഇടയ്ക്ക് ഓവർ റേസിംഗ് ആയിട്ട് വരുന്നുണ്ട്, മിസ്സിംഗ് കംപ്ലയിൻറ്റ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. എത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വന്നത് നമുക്ക് കാർബേറ്ററിനകത്താണ്. കാർബേറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കാണ്. അതേപോലെ തന്നെ കാർബേറ്ററിനകത്ത് മെയിനായിട്ട് അത്യാവശ്യം ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷൻസാണ്. നിലവിലിപ്പോൾ E20 എന്ന് പറയുന്ന പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യണേ. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് കാർബേറ്ററിന് ഉള്ളിൽ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നിലവിൽ തീരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. സാധാരണ അത് കുറേ കൂടി ഈ രീതിയിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിഞ്ഞ് ദ്രവിച്ച് പോകുന്ന ഒരു കണ്ടീഷനിൽ സാധാരണ വരാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ സ്റ്റക്കായിപ്പോയി. ഇപ്പോൾ ഈ വാൽവൊന്നും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പ്രിങ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും വർക്ക് ചെയ്യില്ല. അതൊക്കെ ഓൾറെഡി സ്റ്റക്കാണ്. സ്ലോജറ്റ് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ കാർബേറ്റർ നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലാണ് അത് ഓക്കെ ആവുള്ളൂ. പിന്നെ റേസിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നെ ട്യൂണിങ്ങൊക്കെ പക്കി ആയിക്കുമ്പോൾ ഓക്കെ ആയിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓയിലും മാറ്റുന്നുണ്ട് നമ്മൾ കൂട്ടത്തിക്കടെ. പിന്നെ നമ്മളിപ്പോൾ കാർബേറ്റർ അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബേറ്ററിൻ്റെ ഭാഗവും അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ അഴിക്കും. അപ്പോൾ അപ്പോഴാണ് ആ സെക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അഴിച്ചാണ്. ഇത് വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് നമ്മൾ കിടക്കണേ. അതേപോലെ തന്നെയാണ് നമുക്ക് അതുമ്പോൾ കിടക്കുന്ന സ്പാർക്ക് പ്ലഗ് കൂട്ടോ. പ്ലഗും കമ്പനി ഒറിജിനൽ ആയിട്ടൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ഇപ്പം നിലവിൽ നമ്മളുടെ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റി കളയണം. കാരണം ചെറുതായിട്ടുള്ളൊരു റേസിങ് മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരാൻ പ്ലഗ് ഒരു കാരണമായിട്ട് വരും. പ്ലഗ് വലിയ പഴക്കമുള്ള പ്ലഗ് അല്ല, പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് പ്ലഗ് എന്തെങ്കിലും നമുക്ക് മാറ്റണം. എയർ ഫിൽറ്ററും ശരിക്കും പറഞ്ഞാൽ അത് മാറ്റി പുതിയത് ഇടേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുക ഇതിനൊക്കെ. കാരണം പ്രത്യേകത എന്താ വെച്ചാൽ ഈ മോഡൽ എയർ ഫിൽറ്ററൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എയർ ഫ്ലോ ബ്ലോക്ക് ആവുകയും പൊടി കയറി വരികയും എയർ ഫ്ലോ ബ്ലോക്ക് ആവുകയും പിന്നെ എഞ്ചിൻ ഹെഡിലേക്ക് പോകുന്ന കരിയുടെ അളവ് കൂടുതലായിരിക്കും. കാരണം എയർ ബ്ലോക്ക് ആകുമ്പോൾ കാർബറേറ്ററിൽ നിന്ന് കൂടുതൽ പെട്രോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അത് ഫുള്ളായിട്ട് കത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് അത് പൊല്യൂഷനായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വാൽവിൻ്റെ അവിടെ ശരിക്കും നല്ല രീതിയിൽ പറ്റി പിടിക്കാനും അത് പിന്നീട് കംപ്രഷനിലേക്ക് അങ്ങനത്തെ തുടങ്ങിയ കംപ്ലയിൻസിലേക്ക് അത് വഴി വയ്ക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ എഞ്ചിനുമായി റിലേറ്റഡ് ആയിട്ട് വന്ന ഒട്ടുമിക്ക ഭാഗങ്ങളും കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെ യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് എല്ലാ പാർട്സും പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണതാണ്. ഇപ്പോൾ എയർ ഫിൽറ്റർ ആയാലും വലിയ വേരിയേഷനൊന്നും വന്നില്ല. ഏകദേശം ഒരു 10 രൂപയുടെ വ്യത്യാസമൊക്കെയാണ് എമൗണ്ടിൻ്റെ കേസിൽ വരുള്ളൂ. ഇത് ഓൾറെഡി കസ്റ്റമർ അറിഞ്ഞിട്ടായിരിക്കില്ല, ടെക്നീഷ്യന്മാർ മേടിച്ച് സെറ്റ് ചെയ്യണതാണ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ സോഴ്സിൽ നിന്ന് അത് മേടിച്ചിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വന്ന പ്രോബ്ലംസാണ് അതൊക്കെ മെയിനായിട്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ ഒരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം, ആ റൈസിങ് കറക്റ്റ് ആവാത്തതിൻ്റെ ഒരു കംപ്ലയിൻറ്റൊക്കെ കാണിച്ചിരുന്നത് കാർബറേറ്ററുമായി ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അതുകൊണ്ടാണ് നമ്മളിത് അഴിക്കേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ അത് അഴിച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കണുണ്ട്. അതിന് ശേഷം നമുക്ക് എഞ്ചിൻ ഓയിലും മാറ്റി ബാക്കിയത്തെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടാണ് നമുക്ക് നാളെ വണ്ടി ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ എമൗണ്ട് എത്ര വരുമെന്ന് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബറേറ്ററിൻ്റെ സ്പ്രേ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിനകത്ത് ഈ സ്ലോജറ്റ് വേണ്ടി വരും. ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ വാക്യൂം പിസ്റ്റണിൻ്റെ ഈ നീഡിലൊക്കെ അത്യാവശ്യം തേയ്മാനം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലാവ് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ കണ്ട് നിങ്ങളുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കാർബറേറ്ററിൻ്റെ വർക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം അത് എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല. ബാക്കിയത്തെ എയർ ഫിൽറ്ററും പ്ലഗും ഒക്കെ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ പറയാം. എന്തായാലും നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയൊരു പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ കേസാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.